വടക്കൻ കേരളത്തിലും വിവിധയിടങ്ങളിൽ നിന്ന് കനത്ത മഴയാണ് ഉണ്ടായത്. കനത്ത മഴയിൽ തലശ്ശേരി മാഹി ബൈപ്പാസിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഉദ്ഘാടനം കഴിഞ്ഞ് 2.5 മാസം മാത്രം പിന്നിടുന്ന പാതയാണ് ഒറ്റ പെരുമഴയിൽ മുങ്ങിയത്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസ്യ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. 2.5 മാസം മുൻപാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ച് യാത്രക്കാർക്കായി തുറന്നു നൽകിയത്. പക്ഷെ 1.5 മണിക്കൂർ മഴ പെയ്തപ്പോഴേക്കും ബൈപ്പാസിലെ പലയിടങ്ങളും വെള്ളക്കെട്ടിൽ മുങ്ങി. വാഹനയാത്രികർ കുരുക്കിലായി. പലയിടങ്ങളിലും സർവീസ് റോഡിനേക്കാൾ മീറ്ററുകൾ ഉയരത്തിലാണ് ബൈപ്പാസ് എങ്കിലും വെള്ളം വാർന്നു പോകാൻ മതിയായ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിയായത്. ബൈപ്പാസിലെ ചോനാടം ഭാഗത്താണ് കനത്ത മഴയിൽ ആള് നിന്നാൽ അരയ്ക്കൊപ്പം വെള്ളക്കെട്ട് ഇന്ന് രൂപപ്പെട്ടത്. ഇതുപോലെ റോഡ് ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തിന് നേരെ എതിർഭാഗത്ത് മീറ്ററുകൾ താഴെയാണ് സർവീസ് റോഡുള്ളത്. വെള്ളം ഈ ഭാഗത്ത് വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഒഴുകിപ്പോകുന്നതിന് ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പൈപ്പ് വെച്ച് താഴേക്ക് വെള്ളം പോകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഡിസൈനിങ്ങിൽ പലയിടത്തും നിർമ്മാണ ഘട്ടത്തിലും പലയിടത്തും പിഴവുണ്ടായതാകാം ഇങ്ങനൊരു പ്രതിസന്ധിക്ക് കാരണം എന്നതാണ് വിലയിരുത്തൽ. കരാർ കമ്പനി പ്രതിനിധികളും NHAIയുടെ ഉദ്യോഗസ്ഥരുമെല്ലാം സ്ഥലത്ത് പരിശോധന നടത്തി. എങ്കിൽ കൂടിയും ഇത്തരം പല സ്ഥലങ്ങളിലും സമാനമായി നിർമ്മാണ ഘട്ടത്തിലും മറ്റും ഈ പൈപ്പുകൾ ഇത്തരം പൈപ്പുകൾ അല്ലെങ്കിൽ വെള്ളം കൃത്യമായി വാർന്നു പോകാൻ ഓരോ സ്ഥലത്തിൻ്റെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ചുള്ള ഡിസൈനിങ് വേണ്ടതുണ്ട്. ആ കാര്യത്തിലുള്ള പിഴവാണ് റോഡ് ഉയർന്ന ഭാഗത്ത് നിന്നിട്ട് പോലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ദേശീയപാത നിർമ്മാണത്തെ ചൊല്ലിയുള്ള അവകാശവാദങ്ങൾ ഉദ്ഘാടന വേളയിൽ ധാരാളം കണ്ടതാണ്. ടോൾ നൽകിയാണ് യാത്രക്കാർ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്നത്. യാത്രക്കാർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും മറുപടി പറയേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ പക്ഷേ അത് സംഭവിക്കാറില്ലെന്ന് മാത്രം. ഇതുപോലെ പൈപ്പുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും എല്ലായിടത്തും പ്രയോജനമില്ലെന്ന് മാത്രം. ഈ കാണുന്നത് പോലെ ഉയർത്തി നിർമ്മിച്ച റോഡിൽ പോലും വെള്ളക്കെട്ട് ഒരുക്കുന്ന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വിചാരണ ചെയ്യപ്പെടേണ്ടതാണ്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.